ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച് ക്രൈംബ്രാഞ്ച്. ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് EDയിൽ നിന്ന് ഒറിജിനൽ രേഖകൾ വേണമെന്നാവശ്യപ്പെട്ട്. സബ് കളക്ടർ ചുമഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു. പൊയ്യ വട്ടക്കോട്ട സ്വദേശി കാട്ടാശ്ശേരി വീട്ടിൽ ഷഫീഖിനെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. UDF എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘർഷം രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച് ക്രൈംബ്രാഞ്ച്. EDയിൽ നിന്ന് ഒറിജിനൽ രേഖകൾ വേണമെന്നാവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സമാന ആവശ്യവുമായി നേരത്തെ കീഴ്ക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും തള്ളിയിരുന്നു. ഫോറൻസിക് പരിശോധന ആവശ്യമുള്ളതിനാൽ രേഖകളുടെ ഒറിജിനൽ വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ആവശ്യപ്പെട്ടപ്പോൾ രേഖകൾ നൽകാൻ സാധിക്കില്ലെന്ന് ED അറിയിച്ചതായി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ അന്വേഷണം മുന്നോട്ടു പോകണമെങ്കിൽ രേഖകൾ അത്യാവശ്യമാണെന്നും അത് വിട്ടു നൽകാൻ ഇടപെടണമെന്നുമാണ് ക്രൈംബ്രാഞ്ച് അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയ ഉദ്ദേശത്തോടെ നടത്തുന്ന നീക്കമാണെന്നും രേഖകളുടെ പകർപ്പ് നൽകാൻ തയ്യാറാണെന്നും ED ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ ഹർജി തള്ളിയിരുന്നത്. കേസിലെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ EDയോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കരുവന്നൂരിന് പുറമെ കേരളത്തിലെ മറ്റ് 12 സഹകരണ ബാങ്ക് അഴിമതികൾ കൂടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് ED നൽകിയ മറുപടി. മീഡിയ ടൈം, കൊച്ചി. സബ് കളക്ടർ ചുമഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു. പൊയ്യ വട്ടക്കോട്ട സ്വദേശി കാട്ടാശ്ശേരി വീട്ടിൽ ഷഫീഖിനെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് KN ആശ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. കേസിൽ സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്ന് കണ്ടാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടത്. 2016 കേസിനാസ്പദമായ സംഭവം നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിന്ന സമയത്ത് സബ് കളക്ടർ എന്ന ബോർഡും നീല ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ച കാറിലെത്തി തഹസിൽദാരുടെ ചേംബറിൽ ഔദ്യോഗിക കസേരയിൽ കയറിയിരുന്ന് ഫയലുകൾ തീർപ്പാക്കാൻ നിർദ്ദേശം നൽകിയെന്നായിരുന്നു കേസ്. സംഭവകാലത്തെ തഹസിൽദാർ ആയിരുന്ന KV ജോസഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്ന് കണ്ടാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടത്. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് DT വെങ്കിടേശ്വരൻ ഹാജരായി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. എറണാകുളത്ത് 2020യുടെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തടഞ്ഞ് റിട്ടേണിംഗ് ഓഫീസർ. കിഴക്കമ്പലം പ്രദേശവാസികളുടെ പരാതിയിലായിരുന്നു കളക്ടറുടെ നടപടി. സ്റ്റോറിന്റെ ഉദ്ഘാടനം നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമായിരുന്നു. 80% വിലക്കുറവിലായിരുന്നു മരുന്നുകൾ വിതരണം ചെയ്തിരുന്നത്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തതെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ മെഡിക്കൽ സ്റ്റോർ പൂട്ടാൻ ഉത്തരവിട്ടത്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം പിൻവലിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. ഈ മാസം 21-നായിരുന്നു മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം. വിലക്കുറച്ച് മരുന്ന് ലഭിക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ മെഡിക്കൽ സ്റ്റോർ കിഴക്കമ്പലത്ത് എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. മീഡിയ ടൈം, കൊച്ചി. UDF എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം. രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. അതേസമയം കരട് ലിസ്റ്റാണ് അവതരിപ്പിച്ചതെന്നും മാറ്റങ്ങൾ വരുത്താൻ അവസരമുണ്ടായിരുന്നു എന്നും എല്ലാ നേതാക്കളും കൺവെൻഷന് ക്ഷണിച്ചിരുന്നുവെന്നും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. UDF എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. കൂടിയാലോചന നടത്താതെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും ഇത് പ്രഖ്യാപിക്കുവാൻ അനുവദിക്കുകയില്ലെന്നും അറിയിച്ച് വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ MM സലീം രംഗത്തെത്തിയതാണ് ബഹളത്തിനും വാക്കേറ്റത്തിനും ഇടയാക്കിയത്.
വായിച്ചുകൊണ്ടിരുന്ന പേരുകൾ രേഖപ്പെടുത്തിയ കടലാസ് സലീം ബലമായി പിടിച്ചെടുത്ത് ചുരുട്ടിയെറിഞ്ഞു. ഇതിനെ തുടർന്ന് പ്രകോപിതരായ നേതാക്കളും പ്രവർത്തകരും സലീമുമായുണ്ടായ രൂക്ഷമായ വാക്കേറ്റം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഉദ്ഘാടകനായി എത്തിയ KPCC സെക്രട്ടറി ജോൺ ഡാനിയലിന്റെ സാന്നിധ്യത്തിലാണ് സംഘർഷമുണ്ടായത്. ജോൺ ഡാനിയൽ ഇടപെട്ട് പിന്നീട് രംഗം ശാന്തമാക്കിയതിനു ശേഷം ലിസ്റ്റ് അവതരിപ്പിച്ചു. ഏകപക്ഷീയമായി ഒരു കൂടിയാലോചന നടത്താതെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും താൻ ഉൾപ്പെടെയുള്ള കുറച്ച് നേതാക്കളെ കൺവെൻഷന് വിളിച്ചിരുന്നില്ല എന്നും MM സലീം പറയുന്നു. അതേസമയം കരട് ലിസ്റ്റാണ് അവതരിപ്പിച്ചതെന്നും മാറ്റങ്ങൾ വരുത്താൻ അവസരമുണ്ടായിരുന്നുവെന്നും എല്ലാ നേതാക്കളെയും കൺവെൻഷന് ക്ഷണിച്ചിരുന്നുവെന്നും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. മീഡിയ ടൈം, തൃശൂർ. ഇടുക്കിയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. KSRTC ബസ് അടക്കം നിരവധി വാഹനങ്ങൾ പടയപ്പ തടഞ്ഞു. മൂന്നാർ ദേവികുളം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് പടയപ്പ ഇറങ്ങിയത്. കഴിഞ്ഞ രാത്രിയിൽ ടോൾ പ്ലാസയ്ക്ക് സമീപം ഇറങ്ങിയ ആന പുലർച്ചെ വരെ മേഖലയിൽ തുടർന്നു. ദേശീയപാതയിലൂടെ കടന്നുപോയ നിരവധി വാഹനങ്ങൾ കൊമ്പൻ തടഞ്ഞു. കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ടീമിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് പടയപ്പയെ നിരീക്ഷിക്കാൻ ആരംഭിച്ചിരുന്നു. ഉൾവനത്തോട് ചേർന്നുള്ള പ്രദേശത്ത് എത്തിയാൽ കാട്ടിലേക്ക് തുരുത്തുമെന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം. ഇതിനിടെയാണ് പടയപ്പ വീണ്ടും ദേശീയപാതയിലേക്ക് ഇറങ്ങിയത്. മീഡിയ ടൈം, കൊച്ചി. ഇനി നാട്ടിൽ നടന്നത്. ചേലക്കരയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് തോന്നൂർക്കരയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. തോന്നൂർക്കര സ്വദേശി ഷൈനിന്റെ പറമ്പിലെ 25ഓളം വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. തുടർന്ന് സമീപ സ്ഥലത്തെ കമ്പി നശിപ്പിച്ച ശേഷം പ്ലാവിൽ നിന്നും ചക്കയും കഴിച്ചാണ് മടങ്ങിയത്. ഒന്നിൽ കൂടുതൽ ആനകൾ ഉണ്ടായിരുന്നെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംയുക്ത ട്രേഡ് യൂണിയൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന കൺവെൻഷൻ AITUC സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അനുസരിച്ച് 10-20 തൊഴിലാളികളിൽ കൂടുതലുണ്ടെങ്കിൽ ആ ESI നിയമത്തിന് ബാധകമാണ് സ്ഥാപനം. അവിടെ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ഒരു അസുഖം വന്നാൽ എത്ര പണം ചെലവഴിക്കണമെങ്കിലും ചെലവഴിക്കാൻ സന്നദ്ധമാകണം ESI കോർപ്പറേഷൻ. അതിൽ ലിമിറ്റ് കൊണ്ടുവരാൻ പോകുന്നു. ESI ആശുപത്രികളെ തന്നെ ശുഷ്കവൽക്കരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊവിഡന്റ് ഫണ്ട് സംവിധാനത്തെ തകർക്കാനുള്ള നീക്കം നടത്തുന്നു. തൊഴിലാളികൾക്ക് പെൻഷൻ വേണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ വെള്ളം ചേർക്കാൻ കഴിയുന്നു. ഈ 4 തൊഴിൽ സംഹിതകൾ ചട്ടങ്ങൾ ഉണ്ടാക്കി നടപ്പാക്കി കഴിഞ്ഞാൽ നേരിടാൻ പോകുന്ന അനുഭവിക്കാൻ പോകുന്ന ദുരിതം എന്ന് പറയുന്നത് ഭയാനകമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. AS സിദ്ധാർത്ഥൻ, KV ഉണ്ണികൃഷ്ണൻ, CS രഘു, മുസ്താഖ് അലി, PP സുഭാഷ്, KB സുജിത്ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. മാള ജീസസ് ട്രെയിനിംഗ് കോളേജിൽ കോളേജ് ഡേ ആഘോഷവും ഫെയർവെൽ ഫംഗ്ഷനും നടന്നു. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. ഈ കോളേജിന് അഭിമാനമുണ്ട്. തോമസ് ജോസഫിൻ്റെ വളരെ നല്ലൊരു മികവാർന്ന പ്രൊമോഷനിൽ എൻ്റെ ആശംസയും പ്രാർത്ഥനയതാണ് ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് തോമസ് ജോസഫ് ഉയരണമെന്ന് നമ്മുടെ എല്ലാവരുടെ പേരിലും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. ഞാനിത് പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ തോമസ് ജോസഫിൻ്റെ പേര് പറഞ്ഞതിനൊരു കാരണം കൂടിയില്ല. ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥിനികൾ ഇതുപോലെയുള്ള മികവാർന്ന തലത്തിൽ ഉയർന്ന് പ്രശോഭിക്കുമ്പോഴാണ് ഈ കോളേജിൻ്റെ ലക്ഷ്യം നേടുവാനായിട്ട് കഴിയും. അത് അധ്യാപന ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുമാത്രം പോരാ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് കഴിയണം. എൻ്റെ ഒരു സ്വപ്നം ഞാൻ പറഞ്ഞോട്ടെ. ഈ കോളേജ് റൂബി ജൂബിലി ആഘോഷിക്കുമ്പോഴേക്ക് 11 വർഷം കൂടിയുള്ളൂ, 40ാം വർഷം ആഘോഷിക്കുമ്പോൾ ഈ വേദിയിൽ അന്നത്തെ റൂബി ജൂബിലി സെലിബ്രേഷന് ഈ വേദിയിലാവുമ്പോൾ
നിങ്ങളിൽ ഒരു 10 പേരെങ്കിലും സിവിൽ സർവീസ് പാസ്സായി ഈ വേദിയിൽ വന്ന് അനുമോദനം സ്വീകരിക്കാനായിട്ട് എത്തിയിരിക്കണം. സിനി ആർട്ടിസ്റ്റ് ടിനി ടോം മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ MG രമാദേവി, മാനേജർ വിൽസൺ എരത്തറ, ഫാദർ ബിനോയ് കോഴിപ്പാട്, KJ ജോയ്, അഞ്ജന റോസ് എന്നിവർ സംസാരിച്ചു. UDF കുഴൂർ മണ്ഡലം കൺവെൻഷൻ പാറപ്പുറത്ത് നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റ് 17 തിരഞ്ഞെടുപ്പുകൾക്കും ഇല്ലാത്ത അതീവ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് ഐതിഹാസികമായ പോരാട്ടങ്ങളിലൂടെ, സ്വാതന്ത്ര്യ സമരത്തിലൂടെ, സത്യാഗ്രഹം നടത്തി, അഹിംസയിലൂടെ നിരവധി പോരാട്ടങ്ങൾ നടത്തി മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ അടങ്ങുന്ന ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ നേടിയെടുത്ത ഒരു മഹത്തായ രാജ്യം. മണ്ഡലം പ്രസിഡന്റ് സാജു മണവാളൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, DCC മെമ്പർ VA അബ്ദുൽ കരീം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് OJ ജനീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF പൊയ്യ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബൈജു കണ്ടപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ MLAയുമായ TU രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ്, മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ, DCC ജനറൽ സെക്രട്ടറിമാരായ VA അബ്ദുൽ കരീം, TM നാസർ, അഡ്വക്കേറ്റ് മൊഹീദ്ദീൻ, കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി PR തോമസ്, നൌഷാദ് വാളൂർ, ഡെയ്സി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. UDF മേത്തല മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കോട്ടപ്പുറം വികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം UDF ചെയർമാൻ സേവ്യർ പങ്കിത്ത് അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യപ്രഭാഷണം നടത്തി. UDF നേതാക്കളായ TM നാസർ, അഡ്വക്കേറ്റ് VM മൊഹിയുദ്ദീൻ, VA അബ്ദുൽ കരീം, ES സാബു, പ്രൊഫസർ CG ചെന്താമരാക്ഷൻ, PU സുരേഷ് കുമാർ, PV രമണൻ, KH വിശ്വനാഥൻ, VM ജോണി, CR ജോഷി, സാലി ഫ്രാൻസിസ്, ചന്ദ്രിക ശിവരാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. CPI പൊയ്യ പഞ്ചായത്ത് ലോക്കൽ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന KC വേലായുധന്റെ 8ാം ചരമവാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. പ്ലാവിൻമുറി ജംഗ്ഷനിൽ ചേർന്ന അനുസ്മരണ യോഗം CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AA ഹക്കീം ഉദ്ഘാടനം ചെയ്തു. KC സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ സെക്രട്ടറി CN സുധാർജുനൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഖ ഷാൻഡി ജോസഫ്, KC ജഗജീവൻ, അതുൽ സുബ്രൻ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയ്ക്ക് സമാപനമായി. സാമൂഹ്യശാസ്ത്രം പരീക്ഷയാണ് അവസാന ദിനം വിദ്യാർത്ഥികളേറെ പ്രയാസപ്പെടുത്താതെ കഴിഞ്ഞത്. മാർച്ച് 4-ന് ആരംഭിച്ച് 3 ആഴ്ച നീണ്ട പരീക്ഷാകാലത്തിന് കൂടിയാണ് ഇന്ന് സമാപനമായത്. 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷം പൊതുപരീക്ഷകൾ നാളെയാണ് അവസാനിക്കുക. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3-ന് തുടങ്ങി 2 ഘട്ടങ്ങളിലായി ഏപ്രിൽ 20-ന് സമാപിക്കും. മെയ് 2ാം വാരം ഫലം പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. എഴുത്തുകാരനായ ഹരീഷ് അനന്തകൃഷ്ണന്റെ പുതിയ പുസ്തകം മലാസി മെറ്റ് ബോംബ് ഓഷിറ്റ് ക്യാമ്പിലെ പ്രണയം കൊടുങ്ങല്ലൂരിൽ പ്രകാശനം ചെയ്തു. മേത്തലയിൽ നടന്ന ചടങ്ങിൽ BR സുനിൽകുമാർ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. കവി ബക്കർ മേത്തല അധ്യക്ഷത വഹിച്ചു. മാലിയങ്കര SNM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത, KC സുബിൻ, നവാസ് പടുവിങ്ങൽ, ദീപ ഗോപകുമാർ, രവി കണ്ണൻ, സലീഷ് ഷഹനാബി, നിത്യ ഹരീഷ് അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
BJP പറപ്പുക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമം നടത്തി. BJP തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാമദാസ് നെല്ലായി അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം വിജയൻ മേപ്പുറത്ത്, നേതാക്കളായ A. നാഗേഷ്, VB രാജേഷ്, KPMS സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം PK സുബ്രൻ, NSS ഇലക്ട്രൽ മെമ്പർ P. നാരായണൻകുട്ടി, NSS നന്ദിക്കര കരയോഗം സെക്രട്ടറി TG ജയലക്ഷ്മി, SNDP ഉളമ്പത്തുകുന്ന് ശാഖ സെക്രട്ടറി ധന്യ രജികുമാർ, SNDP കൊളത്തൂർ ശാഖ പ്രസിഡന്റ് രവീന്ദ്രൻ മുണ്ടയ്ക്കൽ, ലളിത രാധാകൃഷ്ണൻ, NSS ആലത്തൂർ കരയോഗം പ്രസിഡന്റ് സർവേശ്വരൻ തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ പൊതുസ്ഥലത്ത് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ സാമഗ്രികൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് നീക്കം ചെയ്തു. ആലങ്ങാട്, കല്ലൂർ എന്നിവിടങ്ങളിലുള്ള വൈദ്യുതി തൂണുകളിലും പൊതുയിടങ്ങളിലും പതിച്ച സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു. വൈദ്യുതി തൂണുകളിൽ പതിച്ച പോസ്റ്ററുകൾ ഗ്രീസ് പുരട്ടി കറുപ്പിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് സ്ക്വാഡിന്റെ നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച് ക്രൈംബ്രാഞ്ച്. ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് EDയിൽ നിന്ന് ഒറിജിനൽ രേഖകൾ വേണമെന്നാവശ്യപ്പെട്ട്. സബ് കളക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു. പൊയ്യ വട്ടക്കോട്ട സ്വദേശി കാട്ടാശ്ശേരി വീട്ടിൽ ഷഫീഖിനെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. UDF എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘർഷം രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിൽ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.